ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ചില ദിവസങ്ങളിൽ നമുക്ക് ഒട്ടും സമയമില്ലാത്ത സമയത്തൊക്കെ ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഒരുപോലെ ഒരു കറി ഉണ്ടാക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു കറിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണേ. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ആവട്ടെ. 1/4 ടീസ്പൂൺ കായപ്പൊടി, 7-8 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ ഒരു നെല്ലിക്കയുടെ അളവിൽ പുളി, 4-5 ചുവന്ന മുളക്. എല്ലാം ഒന്ന് റോസ്റ്റ് ആവട്ടെ. ഈ കറിക്ക് ചെറിയ ഉള്ളി അല്ലാണ്ട് വേറെ ഒരു പച്ചക്കറിയും വേണ്ട. ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം റോസ്റ്റായി വരുമ്പോൾ ഇതിൽ 10-20 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഉള്ളിയും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നല്ലോണം വാടി കിട്ടി. ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കും. ഉള്ളിയുടെ മിക്സ് തണുത്തു. നമുക്ക് അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ലൂസ് ആവരുത്, നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാവണം. അതനുസരിച്ച് വെള്ളം ചേർക്കുക. ഈ കട്ടിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഈ പാകമാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് വേപ്പില, 5 വെളുത്തുള്ളി ഒന്ന് കളർ മാറട്ടെ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ചേർക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഈ മിക്സ് ഒന്ന് കുക്ക് ചെയ്യണം. ഈ എണ്ണ ഒന്ന് പിരിഞ്ഞ് വരും, അതുവരെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്യണം. 3 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വറുത്തിട്ടതിൻ്റെ ശേഷം ഇപ്പം കണ്ടില്ലേ, നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ വക്കിൽ പിരിഞ്ഞ് വരും ചെയ്തു. കറിയുടെ കളർ ഒന്ന് മാറി ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറായി വരും ചെയ്തു. ഇതാണ് കേട്ടോ കറിയുടെ പാകം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എണ്ണയൊക്കെ പിരിഞ്ഞ് വന്നേക്കണത്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട, ഒരു 3 മിനിറ്റ് അപ്പോഴേക്കും തന്നെ നമുക്ക് റെഡിയായി കിട്ടും. പച്ചക്കറി ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിലും ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. അതുപോലെ ലഞ്ച് ബോക്സിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.